നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ലൈവിൽ ഈ ഒരു പോർഷൻ അത്രയധികം കാണിച്ചിട്ടില്ല. പക്ഷേ ഒരു ചെറിയൊരു പരിപാടി അവിടെ നിന്നത്തെ ഈദിൻ്റെ പ്രോഗ്രാം നടന്നു കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സംഗതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈദിൻ്റെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഗസ്റ്റ് അവിടെ വീട്ടിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പ്ലോട്ടായിട്ട്, ഒരു കോമഡി പ്ലോട്ടായിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇറക്കിയ സമയത്ത് പല ആൾക്കാരും അവരുടേതായ ജില്ലക്കാരുടെ ആക്സെൻ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ വന്നു. മാക്സിമം എല്ലാവരും ജോവിയലാക്കി കൊണ്ടുപോയി. കാരണം അവർ ഈദിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന പരിപാടി പോലെ ആ ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ആക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒരു മാനസിക പ്രശ്നങ്ങളോടുകൂടി നിന്നിരുന്ന ഒരാൾ. പക്ഷേ എല്ലാവരും അതിൽ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്നു കേട്ടോ. ഈ സിറ്റുവേഷനിൽ ഇവർ ഓരോ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, സിബിൻ്റെ ഒക്കെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അൻസിബയും മറ്റു ടീമും എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് സിബിൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വളരെ തമാശയ്ക്ക് സിബിൻ ചോദിച്ച പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിബിൻ പറയുന്നൊരു ചോദ്യമുണ്ട്, സ്ത്രീകളൊക്കെ എന്താ അവിടെ ഉമ്മർത്ത് നിൽക്കുന്നത്, സ്ത്രീകൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ചെറിയൊരു തമാശ ഡയലോഗ് പോലെ ഒരു സിറ്റുവേഷൻ അവിടെ പറയുന്നുണ്ട്. ഇത് അധികം ആരും നോട്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ കട്ടിൽ ബാ അല്ലെങ്കിൽ ബെഡ്സിബ അല്ലെങ്കിൽ അൻസിബ ഇത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തിട്ട് അതൊരു വലിയൊരു സംഗതിയൊക്കെ അതിനുള്ള ചർച്ച ചെയ്ത് കത്തിക്കുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടത്. സിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തികളിലേക്ക് പോവല്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണോ കറക്റ്റാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്ടായിരിക്കും. ശരിയാണ്, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പുറത്ത് നിൽക്കാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളയിൽ കഴിയേണ്ട ആൾക്കാരാണോ, ഈ ഒരു സംഗതി വെച്ചിട്ടാണ് അൻസിബ അവർ പുറത്തേക്ക് ഇട്ടത്. കാരണം അൻസിബ അത് ഭയങ്കര ഇഷ്യൂ ഒക്കെ എടുത്തിട്ട് അൻസിബ പറയുന്നൊരു വർത്തമാനമുണ്ട്. സിബിൻ പറഞ്ഞത് ഇങ്ങനെ സ്ത്രീകൾ പുറത്തേക്ക് വരാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അൻസിബ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. സംഗതി ഒരു അർത്ഥത്തിൽ ശരിയാണ്, സ്ത്രീകൾ ശരിക്കും അടുക്കളയിൽ കൂടേണ്ട ആളല്ല. പക്ഷേ സിബിൻ പറഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് അതൊരു ഒരു ഫൺ ഷോ ആണത്. അല്ലാതെ അവിടെ ഒരു ഫൺ ഷോൻ്റെ ഇടയിൽ കൂടി പറഞ്ഞൊരു സംഭവം ഈ രീതിയിലൊക്കെ അൻസിബ വളച്ചൊടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ ആ കട്ടിലിന് മുകളിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ ആൾക്കാർക്ക് വളച്ചൊടിക്കാം. അൻസിബയുടെ ഒരു വളരെ മോശം ക്യാരക്ടർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തെന്നറിയോ. ഈ ഗെയിമിന് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഓരോരുത്തരും ഗെയിമിന് വന്നതാണ്. പക്ഷേ ആരും ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കാൻ വന്നതല്ല. പക്ഷേ അൻസിബയുടെ ഒരു വൃത്തിയായിട്ട ക്യാരക്ടർ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അൻസിബയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അൻസിബ അത് ഭയങ്കര ഗ്രഡ്ജാക്കി സൂക്ഷിക്കും. അതാണ് അവിടെ അൻസിബ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഇവരുടെ ഈ അപ്സര കൈ കൊട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചല്ലോ വാ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ പട്ടികളൊക്കെയാണ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് അൻസിബ ചെയ്യുന്ന കണ്ടു. മാത്രമല്ല അൻസിബ പറഞ്ഞിട്ട് ഞാനിനി ജീവിതകാലം ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലും ജീവിതകാലം മുഴുവനും ഞാനിനി ഈ സ്ത്രീയോട് ഞാനിനി മിണ്ടില്ല, ഇവന് സഹകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. കാരണം അത്രയധികം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് കൊണ്ടുപോകുന്ന സിബിൻ ഈ ഒരു ഫൺ ആക്ടിവിറ്റീൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള തമാശകരമായിട്ടുള്ള സംഭവം എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. തമാശകരമായിട്ടുള്ളൊരു സംഭവത്തിനെ പോലും ഇത്രയധികം വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടുള്ള ഓരോ ആൾക്കാരും ഇതേ പരിപാടികൾ ചെയ്യാൻ തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ ഹൗസിൻ്റെ അവസ്ഥ? അൻസിബ അത് ചിന്തിക്കുന്നില്ല. അൻസിബ ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നുകയാണ്. കാരണം ഞാൻ തുടക്കം തൊട്ടേ അൻസിബനെ ഒരു കാര്യത്തിലും തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൾക്കാർ ബെഡ്സിബ കട്ടിൽ സിബ എന്നൊക്കെ പറയുമെങ്കിലും കൂടി അൻസിബയുടേതായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പിൻ്റെ അത്യാവശ്യം നല്ല കുത്തിത്തിരിപ്പിൻ്റെതായിട്ടുള്ള ഒരു ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജ് നല്ലോണം ഉണ്ട്. ഒരാൾക്കാരുടെ പകയും വെറുപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്. ചില സിറ്റുവേഷനിലൊക്കെ അൻസിബ ചില ആൾക്കാരോടൊക്കെ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ അറപ്പുളവാക്കുന്ന ചില നികൃഷ്ട ജീവികളോടൊക്കെ പെരുമാറുന്ന രീതിയിലുള്ള മാനറിസംസും കാര്യങ്ങളൊക്കെയാണ് അൻസിബയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് ലൈവിൽ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. സിബിൻ പറഞ്ഞത് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് എടുക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റിയുടെ ഉള്ളിൽ ചെയ്തൊരു സംഭവം മാത്രമാണ്, ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളെന്താ അവിടെ നിൽക്കണം, അകത്ത് പോയി അടുക്കളയ്ക്ക് പോകും ഭക്ഷണം വിളമ്പും എന്നുള്ള രീതിയിലാണ് സിബിന പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിനൊക്കെ എത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് അൻസിബ വളച്ചൊടിച്ച് പിന്നെ അവിടെ കരച്ചിലിൻ്റെ സിറ്റുവേഷനൊക്കെ, പിന്നെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാണല്ലോ. അപ്പോൾ അൻസിബ ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് വേറൊരു സംഗതിയും തോന്നിയിരുന്നു, അൻസിബയുടെ ഒരു ടാക്ടിക്സ് ആയിരിക്കും അത്. കാരണം അൻസിബയുടെ പരിപാടി എങ്ങനെ വെച്ചാൽ അൻസിബ ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അൻസിബ ആ വ്യക്തികളോട് പിന്നെ മുണ്ടുന്നില്ല, സഹകരിക്കുന്നത് ഞാൻ അവിടെ മൈൻഡ് ചെയ്യില്ല എന്നാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. ഇതേ സിറ്റുവേഷൻ ചിലപ്പോൾ സിബിനോട് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സിബിനോടൊന്നും അൻസിബയ്ക്ക് മുട്ടി നിൽക്കാൻ കഴിയില്ല. അൻസിബ ഇനി 10 പ്രാവശ്യം ബിഗ് ബോസിൽ വന്ന് പോയി കഴിഞ്ഞാലും സിബിനെ പോലൊരു വ്യക്തിയോട് സംസാരിച്ച് നിൽക്കാനോ അയാളുടെ മുന്നിലുള്ള ഗെയിം കളിച്ച് നിൽക്കാനോ കഴിയില്ല. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ നിന്ന് വിട്ട് നിൽക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ജസ്റ്റ് ഒരു എസ്കേപ്പിസം പോലെ ഒരു പരിപാടി ആയിരിക്കാം അൻസിബയുടെ ഭാഗത്തുനിന്ന്. എനിക്കങ്ങനെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തു. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ ഉണ്ടായെന്ന് കമൻറ്റ് ചെയ്യുക. ലൈവ് കാണാത്തവർ ഇതാണ് സംഗതി നടന്നിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും.